ഹായ്, വെൽക്കം ടു മല്ലു ഡാൻസ്. മല്ലു ഡാൻസറിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഞാനൊരു മാപ്പ് പറയാണ് എൻ്റെ പ്രേക്ഷകരോടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും. വലിയൊരു മാപ്പ്. കാരണം ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. മെൻ്റലിയും ഫിസിക്കലിയും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ടായിരുന്നു ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതായത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഫിസിക്കലി റിക്കവർ ആയിട്ടില്ല, പക്ഷേ വീഡിയോ ചെയ്യാതിരിക്കാനും നിവർത്തിയില്ല. അപ്പം എന്നെ ആ ആ സമയത്തും എനിക്ക് വേണ്ടിയിട്ട് കുറെ പേര് എന്ത് പറ്റി, ഒരു അറിവില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു. കുറച്ച് പേര് വിളിച്ചിരുന്നു. അപ്പൊ ഇവരോടെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ ഓർക്കുന്നതിൽ എനിക്ക് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കുറെ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം കുറെ നാളത്തേക്ക് മിസ്സായിട്ടുണ്ട്. അപ്പൊ അവരുടെ പാരൻസിനോടും ഞാൻ മാപ്പ് പറയുന്നു. എനിക്ക് വേണ്ടി കുറെ അവര് സമയം മാറ്റി വെച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണ്, ഞാനത് അംഗീകരിക്കുന്നു. അപ്പോൾ ദയവായി എന്നോട് എല്ലാവരും ക്ഷമിക്കുക. വീണ്ടും ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട്. അപ്പൊ അതിലൊന്ന് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ഡാൻസിനെ പറ്റി പറയാം. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ ലോക സൂപ്പർ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ കല്യാണി പ്രിയദർശൻ അഭിനയിച്ച ലോകയിലെ ഒരു ഒരു പാട്ട്. ലോകയിലെ പാട്ടല്ല, ആക്ച്വലി പഴയ പാട്ടാണ്, കിളിയെ കിളിയെ എന്ന് തുടങ്ങുന്നത്. സോ അപ്പൊ അത് ലോകയിൽ അത് കൊടുത്തേക്കുന്നത് വളരെ രസകരമായിട്ട് തോന്നി. അപ്പൊ നമുക്ക് ആ പാട്ടിനാണ് നമ്മൾ ഇന്ന് ഡാൻസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ട് ഡാൻസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ കുറെ നാളായിട്ട് വീഡിയോ ചെയ്യാത്തത് കാരണം എൻ്റെ ചാനൽ കുറച്ച് ഡൗൺ ആയിട്ടാണ് പോകുന്നത്. എന്നാലും ചാനലിന് മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്രിയപ്പെട്ടവരിലേക്ക് എന്നും പറയുന്നത് പോലെ ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, എൻ്റെ വോയിസിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. കാരണം ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു മഴ പെയ്തത്. ഇത്രയും നാളും വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. അപ്പോ ഇന്ന് എന്തോ പതിവില്ലാതെ മഴയും പെയ്തു, ഞാൻ വീഡിയോയും ചെയ്തു. അപ്പോ മഴ എനിക്ക് ഇഷ്ടമാണ്. മഴ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നന്നായി പഠിക്കുക, ഡാൻസ് കണ്ട് പഠിക്കുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് കൂടുതലൊന്നും പറയാതെ ഡാൻസിലേക്ക് പോകാം. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുഴും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും കിളിയേ കിളിയേ. ഇപ്പോ ഞാൻ ചെയ്ത ഈ ഡാൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളുടെ വലത് കൈ ഇങ്ങനെയും ഇടത് കൈ ഇങ്ങനെയും എടുക്കുക താഴത്തേക്ക്. കണ്ടോ എങ്ങനെയാണ്? 1 ഒരുമിച്ച് എടുക്കണം. അപ്പൊ അതിന്റെ കൂടെ നിങ്ങളുടെ വലത് കാല് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അതായത് 1 ഇങ്ങനെയായിരിക്കും വരിക. ഈ സെയിം ടൈം നിങ്ങളുടെ താഴെ ഇരിക്കുന്ന ഇടത് കാല് ഡ്രാഗ് ചെയ്യുക, വലത് കാല് ഡ്രോപ്പ് ചെയ്യുക, താഴത്തേക്ക് വെക്കുക. അപ്പൊ എങ്ങനെയാണ്? 1 കണ്ടോ? ഇങ്ങനെയായിരിക്കും വരിക. സ്റ്റെപ്പ് വരുമ്പോ 1. ഇത് തന്നെ നേരെ കൈ ചേഞ്ച് ചെയ്യുക. ഈ ഡ്രാഗ് ചെയ്ത ഇടത് കാല് ലിഫ്റ്റ് ചെയ്യുക, താഴത്തേക്ക് ഇടുക. അപ്പൊ വലത് കാല് സെയിം നേരത്തെ ചെയ്ത പോലെ ബാക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്? എന്നോട് നോക്കിക്കേ. 1 2 3 and 4. നിങ്ങൾ കാലിങ്ങനെ ബാക്കിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ ഈസിയാണ്. കണ്ടോ? 1
2 3 4. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. ഇതൊരു 4 പ്രാവശ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാല് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നിന്ന് നിങ്ങളുടെ വലത് കാല് ഈ സൈഡിലേക്ക് ഇങ്ങനെ വെക്കുക. കണ്ടോ? അപ്പൊ ഈ ഇടത് കൈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുക്കുക. അതായത് 1. ഇനി ഈ കാല് തന്നെ നേരെ ഇങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ വലത് ഭാഗത്തേക്ക് എടുക്കുക. അപ്പൊ ഈ വലത് കൈ എടുക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. 1 2. കണ്ട? 1 2. കൈ വരുന്നത് 1 2. ഇത് ഇങ്ങനെ ഒന്ന് മുന്നോട്ട് മൂവ് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോ ഈ ഇടത് കാലിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ഈ കാലിനൊന്ന് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. അതായത് 1 2 3 4. വലത് കാലം ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഇടത് കാല് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് വലത് കാല് ഈ സൈഡിലേക്ക് എടുക്കുക. പിന്നെയും ഈ കാല് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. വലത് കാലം ഇങ്ങോട്ടേക്ക് വെച്ചു. പിന്നെ ഇടത് കാലം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വലത് കൈ ഇങ്ങോട്ടേക്ക് വെച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കാല് വൈഡായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കുക. ക്യാപ്പ് വെക്കണമെന്നില്ല, അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ പിടിച്ചാലും മതി. ഞാൻ ജസ്റ്റ് ക്യാപ്പ് വെച്ചതേ ഉള്ളൂ. ഇങ്ങനെ പിടിക്കുക. ദെൻ ഇവിടുന്ന് ഈ വലത് സൈഡിലേക്ക് കാല് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നമ്മൾ കാല് ഇങ്ങനെ വൈഡായിരിക്കും. ഇവിടുന്ന് 1 2. 2-ന് കൈ താഴത്തേക്ക് വന്ന് ഈ സൈഡിലേക്ക്, ഈ റൈറ്റ് നീസ് മുട്ട് നീസ് ബെൻഡാണ്, ഇവിടുത്തെ സ്ട്രെയിറ്റ് ആണ്. ദെൻ അഗൈൻ ഇവിടുന്ന് ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കും, അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ കൈ പിടിക്കും. ഇവിടുന്ന് ഈ സൈഡിലേക്ക്. കണ്ട? 1 2 3 4. ഇതും ഒരു 4 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പൊ അതും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഇവിടെ വരുമ്പോ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ലാസ്റ്റ് പൊസിഷൻ. ആ 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവുക. ഇവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് കാലിങ്ങനെ ക്രോസ് ചെയ്യുക. കണ്ട? അതായത് ഇടത് കാല് ബാക്ക് സൈഡിൽ വരത്തക്ക വിധം നിങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യുക. അപ്പൊ ഈ കാല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനി ടേൺ ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. അപ്പം ആക്ച്വലി സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെ നിൽക്കുന്ന നമ്മളിൽ നിന്ന് 1. കണ്ട? കൈ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എടുത്തു, കാല് ക്രോസ് ആണ്. ദെൻ 2 ഇങ്ങനെ വന്നു, ഓപ്പൺ ആയി നേരെയായി നമ്മൾ സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആയി നിൽക്കുകയാണ്. ദെൻ ഇവിടെയും ഇങ്ങനെ കാലിങ്ങനെ ക്രോസ് ചെയ്തു. കണ്ടോ? ദെൻ ഓപ്പൺ ആയി. ഇതാണ് അവിടെ വരുന്ന ഒരു സ്റ്റെപ്പ്. ഇത് കംപ്ലീറ്റ് അല്ല. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നിന്നിട്ട് ഒന്ന് മൂവ് ചെയ്യാം. ഒരു ജമ്പ് ഇങ്ങോട്ടേക്ക്, അതായത് ജസ്റ്റ് ഇനി ഇപ്പുറത്തേക്ക്. അപ്പൊ ഈ ലാസ്റ്റ് ഈ ജമ്പ് ചെയ്യുമ്പോൾ ഈ ഷോൾഡർ ജസ്റ്റ് ഇങ്ങനെ 1, ഈ സൈഡിലേക്ക് 2. ജമ്പിങ്ങിന്റെ ഒപ്പം തന്നെ ചെയ്യാം. 1 2. അപ്പൊ ഇതാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന ആദ്യത്തെ 4 സ്റ്റെപ്പ്. നിങ്ങൾ പാട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ സ്റ്റെപ്പുകളും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ ആണ് കിളിയേ കിളിയേ എന്ന് പറയുന്ന ആ ലിറിക്സ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ അവിടെ പലതരത്തിലുള്ള ഷോ ഓഫ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ ഇങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് പലതരത്തിൽ ചെയ്യാം. അതിന്റെ കൂടെ ഇങ്ങനെ തല ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കാം. തല ചെയ്യാതെ വെറുതെ ഷോൾഡർ മാത്രം ചെയ്യാം. പല രീതിയിൽ ചെയ്യാം. ഒരു 4 റൗണ്ട് നിങ്ങൾ ഒരു ഷോ ഓഫിൽ പിടിക്കുക. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പാണ് നമ്മളിങ്ങനെ കാലുകൾ അടുപ്പിച്ചിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇവിടുന്ന് ജസ്റ്റ് കൈ രണ്ടും ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. മസിൽ മാൻ ഇതൊരു അങ്ങനത്തെ ഒരു പോസാണ്. സോ ഇങ്ങനെ എടുക്കുക. ഈ കാല് ജസ്റ്റ് ഇങ്ങനെ 2 പ്രാവശ്യം ചവിട്ടുന്നത് പോലെ താഴത്തേക്ക്. അതായത് 1 2 പൊക്കി എടുത്തിട്ട് വേണം ചവിട്ടാൻ. താഴത്ത് കൊള്ളിക്കാതെ 1 2 3 ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുക. ഈ 3 ചെയ്യുമ്പോൾ ഈ കൈ ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. അപ്പോഴും കൈയുടെ ഓപ്പൺ ചെയ്യുക. 1 2 3. കണ്ടോ? മനസ്സിലായോ? അതായത് 1 2 3 1 2 3 ഇങ്ങനെയാണ് വരിക. ഇവിടെ 3 വന്നതിന് ശേഷം നമ്മൾ കാല് ഇങ്ങനെ എടുക്കണം. കണ്ടോ? 1 2 3 4. ഈ പഴയ ക്ലോക്കിന്റെ ഒക്കെ പെൻഡുലം പോവില്ലേ, അതുപോലെ. സോ അപ്പോ അതിന്റെ കൂടെ കൈ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. കണ്ടോ? 1 2 3 4.
കൈ ക്രോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിന്റെ ഒപ്പം കാല് 1 2. അതായത് സ്റ്റെപ്പ് ഇങ്ങനെയാണ് 1 2 3 4. ഇതൊന്ന് കുറച്ച് ബെൻഡ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക, എന്നിട്ട് 1 2 3 4. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറച്ച് സ്പീഡ് ആയിട്ടായിരിക്കും വരിക. ഈ സ്റ്റെപ്പ് ഒരു 3 കൗണ്ട് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അതായത് 1 2 3. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് 1 2. ജസ്റ്റ് ഈ പൊങ്ങി നിൽക്കുന്ന കാല് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുക. അപ്പൊ നമ്മുടെ വലത് കാലിൽ നിന്ന് അങ്ങോട്ടേക്ക് ചാടുക. അതായത് ഈ കാല് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുന്ന സമയം നമ്മൾ ഈ കാല് വെച്ചിട്ട് വലത് കാല് വെച്ചിട്ട് മുന്നിലേക്ക് ഒന്ന് ചാടുക. അപ്പൊ രണ്ടിന്റെ നടുക്ക് വന്ന് നമ്മൾ ക്ലോസ് ആയി നിൽക്കും. സി ഇങ്ങനെ ആയിരിക്കും വരിക 1 2. കണ്ട? അപ്പൊ അതിന്റെ കൂടെ തല വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം 1 2. അങ്ങനെ ചെയ്യാം. ഇനി അത് തല ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് 1 2 3 4. ഇത് കാണുമ്പോൾ ഭയങ്കര പാടാണെന്നൊക്കെ വിചാരിക്കും. വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ഇങ്ങനെയാണ് കാല് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യുക. ഈ ജമ്പ് ചെയ്യുന്ന സമയം നമ്മുടെ വലത് കാല് റൈറ്റ് ലെഗ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. കണ്ട? ഈ ലിഫ്റ്റ് ചെയ്തതിനു ശേഷം ഈ വലത് കാല് താഴത്തേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിക്കുക. ഇനി ഈ കാലില്, അതായത് ഇടത് കാലില് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുക. ഈ വലത് കാല് സെയിം ടൈം ലിഫ്റ്റ് ചെയ്യുക, താഴത്തേക്ക് വെക്കുക, തിരിക്കുക. കണ്ട? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ ബാക്കിലേക്ക് ജമ്പ് ചെയ്തു, കാല് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കാല് ഡ്രോപ്പ് ചെയ്തു, താഴത്തേക്ക് വെച്ചു, കാല് ഇങ്ങനെ, ഈ കാൽ പാദം ഇങ്ങനെ തിരിച്ചു. ഈ തിരിക്കുന്ന സമയം ഈ കാലും ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് എടുത്തോ. കണ്ടോ? 1 2 3 1 2 3 1 2 3 1 2 3. ഇങ്ങനെ വരും. അപ്പൊ അതിന്റെ കൂടെ കൈ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, പല രീതിയിലും ചെയ്യാം. ഞാൻ ഇങ്ങനെയാ ചെയ്തേക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്നും കൂടി നോക്കാം. ജമ്പ് ചെയ്ത് കണ്ടോ? കണ്ടോ? കൈ വെറുതെ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. കാല് ഇങ്ങനെ അതിനോടൊപ്പം മൂവ് ചെയ്യിപ്പിക്കുക. അപ്പൊ അതാണ് അവിടെ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ്. അപ്പൊ ആ ഒരു ലിറിക്സിന്റെ പോർഷൻ അവിടെ തീരും. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. പിന്നീടും റിപ്പീറ്റ് ചെയ്യുന്നത് കിളിയെ കിളിയെ എന്ന് പറയുന്ന സെയിം ലിറിക്സ് ആണ്. സോ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാല് ഇങ്ങനെ എടുക്കുക. കണ്ട? ഷെയ്ക്ക് ചെയ്യിക്കുക ഇങ്ങനെ. അതായത് 1 2 3 1 2 3. അപ്പോ പാട്ടിനോടൊപ്പം 1 2 1 2 ഇങ്ങനെ വരും. ഒരു 1 2 3 1 2 3 എന്ന് പറഞ്ഞ പോലെ വരും. കിളിയേ കിളിയേ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ ജാക്കറ്റ് നിർബന്ധമില്ല. ജാക്കറ്റ് ഇടണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ജാക്കറ്റിൽ ജസ്റ്റ് പിടിക്കുക. ഇത് ഇടാത്തവരാണെങ്കിൽ ടീഷർട്ട് മാത്രം അല്ലെങ്കിൽ ഷർട്ട് മാത്രമാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കൈ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ കാല് അടുത്താണല്ലോ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ കാല് ഇങ്ങനെ തിരിക്കുക. അതായത് നമ്മുടെ വലത് കാല് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. കണ്ട? ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തിരിക്കുക. അപ്പൊ ഈ കാല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യുക. അതായത് 1 2. കണ്ടോ? ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 1 2. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതൊന്ന് ഓപ്പൺ ആക്കുന്നത് പോലെ ചെയ്യാം. 1 2. ഇനി ഇവിടെ നിന്ന് നേരെ ഈ കാലിലേക്ക് സെയിം ഈ കാല് ഓപ്പൺ ചെയ്യുക. 1 2. ഇത് കാല് ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്ക് വെക്കണം. അതായത് ലിഫ്റ്റ് ചെയ്യുക, താഴത്തേക്ക് വെക്കുക, ലിഫ്റ്റ് ചെയ്യുക, താഴത്തേക്ക് വെക്കുക. സെയിം ടൈം ടേൺ ചെയ്യിക്കുക. അതായത് 1 2 3 4. കണ്ടോ? ഇങ്ങനെയാണ് വരിക. ഇവിടെ നിന്ന് നമ്മൾ ഈ രണ്ട് കൈ ഇങ്ങനെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ അപ്പർ ബോഡി ഷേക്ക് ചെയ്യുക. സെയിം ടൈം കാലിങ്ങനെ, അത് ഇങ്ങനെ ആയിരിക്കും കാല് ഇരിക്കുന്നുണ്ടാവുക. ഈ ഇടത് കാല് ഈ വലത് കാലിന്റെ ഏകദേശം അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോ ഈ വലത് കാല് ബാക്കിലേക്ക് മൂവ് ചെയ്യിക്കുക. അതായത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക 1. ഇനി ഇവിടെ നിന്ന് ഈ കാല് ഇടത് കാലിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോ ഇടത് കാല് ബാക്കിലേക്ക് മൂവ് ചെയ്യിക്കുക. കണ്ട? ഇങ്ങനെയാണ് വരിക. പള്ളിയില് ബാങ്ക് കൊടുക്കുന്നു. ഫസ്റ്റ് നമ്മൾ ഡൗൺ ആണ്. കണ്ട? 1 2 3 and 4. ഇങ്ങനെയാണ് ഇത് ഷേക്ക് ചെയ്യുക. ദെൻ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കാലെടുത്ത് ഈ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ കാല് ഇങ്ങനെ എടുക്കുക, താഴത്തേക്ക് വെക്കുക. കണ്ട?
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 1 2 3 4 ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ കാലിങ്ങനെ എടുത്തു, ഈ കാല് ലിഫ്റ്റ് ചെയ്തു, താഴത്തേക്ക് വെച്ചു, നേരത്തെ ചെയ്തതുപോലെ ചെയ്തു, കൈ അതിന്റെ കൂടെ എടുത്തു. അപ്പോ ആ ഒരു പോർഷനും അവിടെ കംപ്ലീറ്റ് ആവും. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് നോക്കാം. ഉയരങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ലിറിക്കാണ്. ഇപ്പൊ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ കാലും കൈയും ഒക്കെ ക്ലോസ് ആയിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഈ കൈ ഇങ്ങനെ ഒന്ന് ഇടിക്കുക, കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഇടിക്കുക. സെയിം ടൈം കാല് ആ ഇടിക്കുന്ന അതേ മൂവ്മെന്റിൽ തന്നെ കാല് ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബോഡി ഇങ്ങനെ വേവ്സ് ആക്കിയിട്ട് ചെയ്യുക. ഇനി ബോഡി വേവ്സ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് കൈ മാത്രം ഇങ്ങനെ എടുത്താൽ മതി. ഈ കാല് പക്ഷെ അതിന്റെ കൂടെ ഓരോ കൗണ്ടിനും കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊക്കണം. വേവ്സ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതിന്റെ കൂടെ വേവ്സ് കൂടെ ചെയ്യാം. അപ്പൊ സ്റ്റെപ്പ് ഇങ്ങനെയാണ്: 1 2 3 4. ഈ കൈ അതിന്റെ ഒപ്പം തന്നെയായിരിക്കും വരേണ്ടത്. അപ്പോ ഇതാണ് അവിടെ ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ക്യാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്പിൽ പിടിക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് തലയിൽ പിടിക്കുക. നമ്മൾ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. കണ്ടോ? ഇവിടുന്ന് ഈ കാല് ഇങ്ങനെ എടുക്കുക. കണ്ടോ? ഈ കാല് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കുക. ഈ കാല് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്യുക. കണ്ടോ? ഓപ്പോസിറ്റിൽ വരുമ്പോഴും അങ്ങനെയാണ്. രണ്ട് കാലിനും ഒരേപോലെ ജോലിയുണ്ട്. അതായത് ഇടത് കാലാണെങ്കിൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, വലത് കാലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുക. ഇനി ഇടത് കാല് തിരിക്കുന്ന സമയത്ത് ഈ വലത് കാല് ഇങ്ങനെ, കണ്ടോ? നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക, കൈ തലയിൽ പിടിക്കുക. അതായത് നമ്മൾ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇവിടുന്ന് ഉയരങ്ങളിലൂടെ, കണ്ടോ? പല നാടുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ മാറും, കൈ ഇങ്ങനെ വരും. അതായത് 1 2 3 4 ഇങ്ങനെയാണ് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അത് മനസ്സിലായല്ലോ അല്ലെ? ഇത് കഴിഞ്ഞിട്ട് ഈ വലത് കാല് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വെക്കുക, ഇങ്ങനെ. ഇപ്പൊ നമ്മൾ ബോഡി മൊത്തം ഒന്ന് ലൂസാക്കിയിട്ട് തളർന്ന പോലെ. 1. ഇനി ഇടത് കാല് ജസ്റ്റ് ക്ലോസ് ചെയ്യാം, അപ്പോഴും നമ്മൾ തളർന്ന പോലെ. ഇനി ഈ ക്ലോസ് ആയിരിക്കുന്ന ഈ കാല് ജസ്റ്റ് ബാക്കിലേക്ക് ഇങ്ങനെ എടുക്കുക. അപ്പൊ നമ്മൾ സൈഡിലേക്ക് വരും, ഇങ്ങനെ നിൽക്കുക. ഇനി ഇതും നേരെ ആവുക. റിപ്പീറ്റ് ചെയ്യുക. സെയിം 1 2 3 4. ലാസ്റ്റ് ഫോർത്ത് വൺ, അതായത് സെക്കൻഡ് ടൈമില് ലാസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയി നിൽക്കുക. ഇങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന സ്റ്റെപ്സുകൾ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുഴും കുളിരിൽ കുളിരേ. ഇനി കിളിയെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന സ്റ്റെപ്സുകൾ ആദ്യത്തെ അല്ല, ജസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കാം എങ്ങനെയാണെന്ന്. നമ്മളിങ്ങനെ ക്ലോസ് ആണ്, ഇവിടുന്ന് ഈ സൈഡിലേക്ക്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ജമ്പ് ചെയ്യാം. കണ്ടോ? ജമ്പ് ചെയ്യുമ്പോ എന്താ, എങ്ങനെയാണ്? നമ്മളുടെ ഇടത് കാല് ലിഫ്റ്റ് ചെയ്യുക, ക്ലോസ് ആയി. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വലത് കാല് ഇങ്ങോട്ടെടുത്തു, ക്ലോസ് ആയി. സെയിം ടൈം നമ്മുടെ കൈയും അതിന്റെ കൂടെ ഇങ്ങനെ എടുക്കും. കണ്ടോ? 1 2 3 4. ഇങ്ങനെ ഒരു 4 ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്യുക. ഫിഫ്ത്ത് വൺ നമ്മൾ ഇങ്ങനെ നിൽക്കുക, കൈ നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഈ കൈ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇനി ഈ ഹിപ്പ് ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്യുക. സെയിം ടൈം ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യുക. കണ്ടോ? അപ്പൊ സെയിം ടൈമിൽ ഹിപ്പ് ടേൺ ഉണ്ട്, ജമ്പിങ്ങും ഉണ്ട്, കൈ ഇവിടെ രണ്ടും പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വന്നു 1 2 3 4. ഇവിടെ നിന്ന് ജസ്റ്റ് ഈ കാലൊന്ന് ലിഫ്റ്റ് ചെയ്യുക. കണ്ടോ? ഇങ്ങനെ. അപ്പൊ കൈ നമ്മൾ ഇങ്ങനെ ഈ ബോഡി കൂടെ ഇങ്ങനെ ഒന്ന് എടുക്കുക. 1 ഇവിടെ 2 then 3. രണ്ട് കൈ 3 and 4. മനസ്സിലായോ? 1 2 3 4. ഇനി ഇവിടെ നിന്ന് രണ്ട് കൈ നമ്മൾ ഇങ്ങനെ തല വെക്കുക. ഇതിങ്ങനെ തല ഇങ്ങനെ താഴ്ത്തേം പൊക്കുകയും ചെയ്യാം. സെയിം ടൈം കാല് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. കണ്ട? ഇത് നിങ്ങൾക്ക് ഇന്നിലേക്ക് ചെയ്യണമെങ്കിൽ ഇന്നിലേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട് ചെയ്യണമെങ്കിൽ ഔട്ടും ചെയ്യാം. അതായത് ഇങ്ങനെ നിന്നിട്ട് 1 2 3
4. ഇങ്ങനെ ചെയ്യാം. ഇവിടെ നിന്ന് ലാസ്റ്റ് വൺ വരുന്നത് ജസ്റ്റ് കൈ ഇങ്ങനെ എടുക്കുക. നമ്മൾ നേരത്തെ കാലെടുത്തതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് എടുക്കുക, ഇങ്ങനെ ഒന്ന് എടുത്ത് ഫിനിഷ് ചെയ്യാം. അപ്പൊ ഇതാണ് ഈ ഡാൻസിലുള്ള ഞാൻ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകൾ. കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും. കിളി വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഡാൻസ് അല്ലേ? നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വളരെ പതുക്കെ കണ്ട് മനസ്സിലാക്കി നന്നായിട്ട് ട്രൈ ചെയ്യൂ. അപ്പൊ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. എല്ലാവരും നല്ലൊരു ഡാൻസർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ഉടനെ വരാം. ബൈ.